നമസ്കാരം. എല്ലാവർക്കും 777 ജാക്ക് ട്യൂൺസിന്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെയാണെന്ന് അറിയണ്ടേ? പൂപ്പൊലി 2023 ഇത് വയനാട്ടിലാണ്. വയനാട്ടിൽ നമ്മളിപ്പോൾ ഒരു ടൂർ വന്നേക്കുവാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. എടക്കൽ ഗുഹയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിസിറ്റ് ചെയ്തത് പൂപ്പൊലിയിലാണ്. അമ്പലവയൽ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. ഉച്ച തിരിഞ്ഞിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ക്ഷീണത്തോടു കൂടി വന്ന് കയറിയതാണ് ഈ എൻട്രൻസിലേക്ക്. പക്ഷേ നമ്മളെ വരവേറ്റത് മന്ദമാരുതനാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, കയറിയപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. പൂപ്പൊലി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ പെട്ടെന്ന് കാച്ചിങ് ആയിരിക്കും. നമ്മൾ ഓണക്കാലത്തിനെ കുറിച്ചായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. ഓണക്കാലത്തിൻ്റെ സവിശേഷതയാണെങ്കിലോ എവിടെയും പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന പൂക്കളുമാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടും പൂപ്പൊലി എന്നുള്ള പേര് ഈ ഒരു ഗാർഡന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളൊരു പേര് തന്നെയാണ്. ഇവിടെയാണ് വയനാട്ടിലെ പൂപ്പൊലി നാഷണൽ അഗ്രി ഫെസ്റ്റ് ഷോ നടക്കുന്നത്. എല്ലാ വർഷവും ഉണ്ടായിരിക്കും കേട്ടോ. ഏകദേശം വർഷാരംഭത്തിലാണ് ഇവിടെ അഗ്രി ഫെസ്റ്റ് ഷോ നടക്കുന്നത്. ഏകദേശം 10 ഏക്കറോളം വ്യാപിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു ഈവനിങ്ങിലൊക്കെ വരികയാണെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറികൾച്ചറുകളിലെയൊക്കെ ന്യൂ ടെക്നിക്സും ട്രെൻഡ്സും എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്തു തരും. ഒരു സ്റ്റണ്ണിങ് ഫ്ലവർ ഷോ ആയിരിക്കും ആ സമയത്തൊക്കെ. നമുക്കെന്തായാലും ഇപ്പോൾ ഫ്ലവർ ഷോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ പൂക്കൾക്ക് ഇവിടെ ഒരു കുറവും ഇല്ല കേട്ടോ. റീജിയണൽ അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ച് സെന്ററിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ വലിയൊരു പൂന്തോട്ടം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അതുവഴി ഇങ്ങനെ നടന്നു. വഴി നീളെ പൂക്കളാണ്. ഇപ്പൊ ഇവിടെ ഒന്നും ആക്റ്റീവ് അല്ലെന്നാ തോന്നണേ. എത്ര ചൂടാണെന്ന് അറിയ പോലും ഇല്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് മഴ വളരെ കുറവാണ്. പക്ഷെ വന്നപ്പോൾ ചൂടറിഞ്ഞതേ ഇല്ല. നല്ല കാറ്റാണ്. അത് ഈ പൂക്കളെ തഴുകി വരുന്ന കാറ്റാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അതിൻ്റെ നല്ല സ്മെല്ലും നല്ല തണുത്ത കാറ്റ്, നടക്കാനും ഇരിക്കാനും ഒക്കെ നല്ല സുഖമുള്ളൊരു കാലാവസ്ഥയാണ്. ഇത് കണ്ടില്ലേ, സീലിയ പൂക്കളുടെ ഒരു തോട്ടം തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ സൈഡിലായിട്ട് നല്ലൊരു കുളമൊക്കെ ഉണ്ട്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ ഈ പാലത്തുകൂടെ നടന്ന് പോകാൻ പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ്. അവിടെ ഭയങ്കര വെറൈറ്റീസ് ഓഫ് റോസസ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്കതൊന്ന് കാണാം. പ്രവേശിക്കുന്ന സ്ഥലത്ത് വലിയൊരു മരമുണ്ട്. അതിലാണെങ്കിൽ ചെമ്പകത്തിൻ്റെ പൂ പോലെയുള്ള കുറേ പൂക്കളുണ്ട്. ഞാൻ വിചാരിച്ചത് ചെമ്പകപ്പൂവായിരിക്കും എന്നാണ്. നല്ല മണമായിരുന്നു കേട്ടോ. അതാണ് ലാങ്കി.
ഈ റോസ് ഗാർഡനിൽ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന അത്രയൊന്നും റോസുകൾ കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. പക്ഷേ പൂക്കാലായിരിക്കുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഇവിടുത്തെ അവസ്ഥ എന്ന് ഇത് കണ്ടാൽ അറിയാം. ഇവിടെ നിൽക്കുമ്പോൾ ഇലകൾ കൊണ്ട് ഉണ്ടാക്കിയൊരു കൂടാരാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. നമ്മളാ ചൂടത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു റോസ് തോട്ടങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല ശരിക്കും ഒരു എയർ കണ്ടീഷനിൽ നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. നിറച്ച ഇലകളാണ് കേട്ടോ, നന്നായിട്ട് ഇങ്ങനെ പടർത്തി വെച്ചേക്കാണ്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേക അട്രാക്ഷൻ എന്ന് പറയുന്നത് റോസ് ഗാർഡൻ ആണ്. നന്നായി പരിപാലിക്കുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള ടൈപ്പ് ഓഫ് റോസസ് ഇവിടെ ഉണ്ട്. എല്ലാ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി നിന്നാലും മതിയാവില്ല. കളേഴ്സിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണല്ലോ നമ്മൾ റോസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ സ്മെല്ലിൻ്റെ കാര്യത്തിൽ ഇതിന് പറയാൻ വേണ്ട. പക്ഷേ ഇവിടെ പരന്ന് കിടക്കുന്ന തോട്ടമാണ്. 2 സൈഡിലായിട്ടും ഉണ്ട്. ഏത് കളർ വേണം ഇവിടെ ഉണ്ട്. കുരുമുളക് ചെടിയുടെ തൈകള്, ഈ സ്ഥലത്തൊക്കെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ഇതൊന്നും അറിയില്ല, ഇതെന്തെങ്കിലും മെഡിസിനൽ പ്ലാന്റ്സ് ആയിരിക്കും, അറിയില്ല. ഒരുപാട് ചെടികൾ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാവുന്ന രൂപത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ആനിമൽ ഫാമിലേക്കാണ്. ഇവിടെ തന്നെ കുറേ മുയലുകൾ, താറാവുകൾ, തത്തകൾ, പ്രാവുകൾ എന്ന് വേണ്ട കുറേ അധികം മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഫാമുണ്ട്. ഇത് നമ്മുടെ പരിചയമുള്ള കുട്ടനാടൻ താറാവ്. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കുകയും ചെയ്യാം. ആനിമൽസിനെ കുട്ടികൾക്കൊക്കെ ഫീഡ് ചെയ്യിക്കുകയും ചെയ്യാം. കൂടാതെ കളിക്കാനുള്ള കുറേ സ്ഥലമുണ്ട്.
ഇഷ്ടമായാൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും ഓണക്കാലത്തെ വരവേറ്റുകൊണ്ട് പൂപ്പൊലി എന്നും അവിടെ തന്നെ ഉണ്ടായിരിക്കും. എല്ലാവരും ഓണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ? ഇവിടുത്തെ കാഴ്ചകളിലെ മനോഹാരിത ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് വർണ്ണവിസ്മയങ്ങളിൽ തന്നെയായിരുന്നു. വയനാടൻ കാഴ്ചകൾക്ക് തൽക്കാലം വിരാമമിടുന്നു. ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു. അടുത്ത ദിവസം അടുത്ത യാത്ര തുടങ്ങുകയായി. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടുഡേ സൈനിങ് ഓഫ് 777 at Jack Jones.